മുൻപൊരിക്കൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യം നിങ്ങൾ തദ്ദേശം പിടിക്കൂ, അതിനുശേഷമാകാം സംസ്ഥാനം പിടിക്കുന്നത്. അതാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടലും നിയന്ത്രണവും ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, അതും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു വിജയം കൊയ്യാനായിട്ട് സാധിച്ചത്. ഈ അമിത്ഷാ പറയുന്നതിൽ മുമ്പ് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ വെറും വാക്ക് പറയുന്ന ആളല്ല. നമ്മൾ ഈ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. പക്ഷേ അമിത്ഷായും മറ്റും അത്തരത്തിലുള്ള ഒരു നിസ്സാരവൽക്കരിക്കേണ്ട വാക്കുകളല്ല പറഞ്ഞിട്ടുള്ളത്. എനിക്കതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരു കാര്യം, 2026 BJP കേരളം ഭരിക്കും എന്ന് പറഞ്ഞത് ഇപ്പോഴും മനസ്സിലാകാതെ നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. അതിന് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് 2-3 മാസം കൂടി വേണം. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. പല കോർപ്പറേഷനുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പോലുള്ളിടത്ത് 6-ൽ നിന്ന് 13-ൽ എത്തിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ, തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കും എന്നൊക്കെ മാധ്യമങ്ങളൊക്കെ ഘോഷിച്ചപ്പോൾ BJP കേന്ദ്ര നേതൃത്വം അത്രയും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ ഒരല്പസമയം കൂടി വേണം. ലോക്സഭയിലുണ്ടായ വിജയം അത് മറ്റൊന്നാണ്. അപ്പോൾ തദ്ദേശത്തിൽ ഇതൊരു വലിയൊരു ചുവടുവയ്പ്പായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വിജയം എന്ന് പറയുന്നത് അത് സംസ്ഥാന ഭരണം നേടുന്നതിന് തുല്യമായിട്ടുള്ളത് തന്നെയാണ്. ഇത് തിരുവനന്തപുരത്തെ ജനങ്ങൾ, തിരുവനന്തപുരം നിവാസികൾ BJPക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ആദ്യം തിരുവനന്തപുരം ഭരിച്ചു കാണിക്കൂ, പിന്നെ ഞങ്ങൾ നിങ്ങളെ സംസ്ഥാനമേൽപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മാസം അധികാരമേൽക്കും. മേയറെയോ ഡെപ്യൂട്ടി മേയറെയും എല്ലാം തീർച്ചപ്പെടുത്തി അധികാരത്തിലേക്ക് വരും. പിന്നെയുള്ള ഒരു 3 മാസം, ഏപ്രിൽ മാസത്തിൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. ഈ 3 മാസത്തിനിടയ്ക്ക് ഏത് തദ്ദേശത്തിലെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ഭരണവും വിലയിരുത്തി തുടങ്ങാവുന്ന ഒരു സമയമാണ്. കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്ക് ആയാലും ജില്ലയായാലും ഗ്രാമപഞ്ചായത്തുകളെയും വിലയിരുത്താൻ കഴിയും. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് വലിയൊരു കുതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിൽ ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന് വലിയ റോളുണ്ടെന്നുള്ളതാണ്. എതിരാളികളെ പോലും ഞെട്ടിച്ച ഒരു വിജയമാണ് കഴക്കൂട്ടത്ത് BJP നേടിയതെന്നുള്ളതാണ്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം അവിടെ CPMൻ്റെ കൈവശം ഇരിക്കുന്നതാണ്. കടകംപള്ളിയാണ് അവിടുത്തെ നിലവിലെ MLA. കടകംപള്ളിക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ജനവികാരമുണ്ട്. പാർട്ടിയിലും വളരെ ശക്തമായ എതിർപ്പുണ്ട്. വളരെ അതൃപ്തരായി നിൽക്കുന്ന ഒരു ജനതയാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലുള്ളത്. അതാണ് കൃത്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേമത്ത്, വട്ടിയൂർക്കാവ്, ഇത് മൂന്നും BJP കുതിക്കുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ വന്നിട്ട് BJPയും LDFനും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ BJPക്ക് എനിക്ക് തോന്നുന്നു നിയമസഭാ മണ്ഡലത്തിലേക്കൊരു മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അങ്ങോട്ടേക്ക് നിർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 3 നിയമസഭാ മണ്ഡലങ്ങളോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നേമവും BJPയുടെ കൈകളിലേക്ക് ഇപ്പോൾ ഭദ്രമായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഒരല്പം മുന്നേറ്റം ഉണ്ടാക്കി. ഈ 10 സീറ്റിൽ നിന്ന് 19 സീറ്റിലേക്ക് മാറി. K. മുരളീധരനാണ് ചുമതല വഹിച്ചത്. അതുകൊണ്ട് മുരളീധരന് ഒരു ചെറിയ നോട്ടവുമുണ്ട്
തിരുവനന്തപുരത്തെ ഒരു നിയമസഭാ മണ്ഡലം. അത് നോക്കുമെങ്കിൽ അത് വട്ടിയൂർക്കാവ് മാത്രമായിരിക്കും. കാരണം ഒരു കാലത്ത് മുരളീധരൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. അത് ഇല്ലാതാക്കിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വട്ടിയൂർക്കാവും പത്തനംതിട്ട കോന്നിയും കൊണ്ടുപോയി CPMൻ്റെ വായ്ക്കകത്തോട്ട് തിരികെ കയറ്റി വെച്ച് കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാർ തന്നെയാണ്. കാരണം അടൂർ പ്രകാശിനെ ഒതുക്കി വേറൊരിടത്തേക്ക് കൊണ്ടുപോവുക, പിന്നെ മറ്റൊന്ന് കെ മുരളീധരനെ ഒതുക്കുക, ഇതൊക്കെ അവരുടെ ആവശ്യമാണ്. അവർ ഈ എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന വിദ്വാൻമാരാണ് ഈ കോൺഗ്രസ്സിനകത്തുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം എന്തായാലും BJPക്ക് ഉണ്ടാക്കിയിരിക്കുന്ന, ഇപ്പം BJP തന്നെ പ്രകടന പത്രികയുടെ കാര്യം തന്നെ പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ വികസന പദ്ധതി പ്രധാനമന്ത്രിയായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത്. നല്ല കാര്യമാണ്. കാരണം തിരുവനന്തപുരത്ത് എത്ര മേയർമാർ വന്ന് ഭരിച്ചുപോയി, അവസാനത്തെ മേയർ ഭരിച്ചു മുടിച്ചിട്ട് പോയി എന്ന് വേണം പറയാൻ. അതുപോലെ എത്ര MLA ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജു എന്ന് പറയുന്ന ഒരു പുങ്കവനാണ് ഇരുന്നത്. എന്ത് പുണ്ണാക്കാണ് ഉണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചതുപോലെ കയറിയിരുന്നു, ഭരിച്ചു മുടിച്ച് തേച്ച് കഴുകി ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി അധികാരത്തിലേക്കുമില്ല, ഒന്നിലേക്കും വരില്ല എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ എത്രയോ MP ജയിച്ചു പോയിട്ടുണ്ട്, എന്തുണ്ടാക്കിയിട്ടുണ്ട്? എല്ലാവരും വരുത്തന്മാരാണല്ലോ. തിരുവനന്തപുരത്തുകാരായിട്ട് ചാൾസും ശിവകുമാറും മാത്രമല്ലേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ബാക്കി എത്ര പേര് ജയിച്ചു പോയി? MM ഗോവിന്ദൻ നായർ പഴയ കാലം മുതൽ നോക്ക്, PK വാസുദേവൻ നായർ, പന്നിയൻ രവീന്ദ്രൻ, ഏറ്റവും ഒടുവിൽ വന്നിട്ട് നമ്മളിന്ന് കൊട്ടിഘോഷിക്കുന്ന ലോക വിശ്വപൗരനും ഡൽഹി നായരുമായ ഡോക്ടർ തരൂര് എന്താണ് തിരുവനന്തപുരത്തിന് ഉണ്ടാക്കിയത്? തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു MP എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേര് തരൂരിൻ്റെ പേര് തന്നെ പറയും. പിന്നെ തരൂരിനെ എങ്ങനെ ആൾക്കാർ കാണുന്നു, വീണ്ടും ജയിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ തരൂരിൻ്റെ പ്രൊഫൈൽ ഒരു ഹൈ പ്രൊഫൈലാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. തിരുവനന്തപുരം പോലുള്ള ഒരു വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഈ വളരെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്ന ഒരാളെ ഒരിക്കലും പാർലമെൻറ്റിലേക്ക് പറഞ്ഞു വിടില്ലല്ലോ. പക്ഷെ തരൂരിനെ തിരുവനന്തപുരത്തൊട്ട് കിട്ടാറുമില്ലെന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് തിരുവനന്തപുരത്തിന് ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളത് BJP ആഗ്രഹിക്കുന്നുണ്ട്, തിരുവനന്തപുരം നിവാസികളും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ BJP അധികാരത്തിലേക്ക് കയറുന്ന നാൾ മുതൽ ഉണ്ടാകും. അതിൻ്റെ ഒരു തുടർചലനമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.